ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഉച്ചരിഞ്ഞ് കേട്ടോ, ഒരു 3 മണിയൊക്കെ ആകാറായിക്കണം. നമുക്ക് കുട്ടികൾ വരുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ ഈ അവല് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഒരു തേങ്ങയുടെ മുറി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഇത് ഒന്ന് കട്ട് ചെയ്തിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല ചെളുമ്പ് തേങ്ങയാണ് കേട്ടോ. അത് കണ്ട് ചെറിയൊരു കട്ട മാതിരിയൊക്കെ ഉണ്ട്, ചെറിയ കട്ട കിടക്കുന്നുണ്ട്. വല്ലാതെ അതും കൂടി തരിയെ പോവട്ടെ എന്ന് വിചാരിച്ചിരുന്ന അപ്പോൾ നമുക്ക് എന്താ പറയുക, അരഞ്ഞ പോലെയാവും. അത് വേണ്ട, ഇങ്ങനെ മതി കേട്ടോ. അപ്പം നമ്മളെ മെയിനായിട്ട് അവലൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേ നമുക്ക് നമ്മളെ പാനിലേക്ക് അവലിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്ര ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഞാനൊരു 200 ഗ്രാമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. 100 ഗ്രാം ഉണ്ടാവും, അത് ഉണ്ടാവില്ല. ഒരു 150 ഗ്രാമോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 150 ഗ്രാം അവലാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്തേക്കണം കേട്ടോ. അപ്പോൾ അത് നല്ലവണ്ണം ഒന്നിങ്ങനെ എന്താ പറയുക, ഫ്രൈ ഇതാക്കി എടുക്കണം കേട്ടോ, വറുത്തെടുക്കണം കേട്ടോ. ഒരു തുള്ളി എണ്ണ നമുക്കിതൊക്കെ ഇട്ടിച്ച് കൊടുക്കാം കേട്ടോ. അത് വെളിച്ചെണ്ണ ഓയിലോ എന്താ വേണ്ടത് വെച്ചാൽ, മൂടി തുറക്കാൻ മറന്നു നേരത്തെ. വെളിച്ചെണ്ണ ഓയിലോ എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമാതിരി വെച്ച് കൊടുത്തിട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിക്കണം കേട്ടോ. നമുക്ക് ഓരോരുത്തർ ഇഷ്ടമാതിരി നെയ്യാണ് വെച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് നെയ്യപ്പോൾ ഇല്ലായിരിക്കണം, കഴിഞ്ഞിക്കണം നെയ്യൊക്കെ മേടിച്ചത്. അപ്പോൾ അങ്ങനെ അതൊക്കെ നമുക്ക് നല്ലവണ്ണം ആക്കി കൊടുക്കാം. നല്ല ഒന്ന് ഫ്രൈ ആയി കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മുടെ അവല് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മളെ മിക്സിയുടെ ജാറിലിട്ടിട്ടേ ഒന്നണ്ട് ചൂട് കൊടുക്കണം, എന്നെ ഒന്നണ്ട് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ആ ചട്ടിക്ക് തന്നെ നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഒരു 2 അച്ചോളം ശർക്കര, ഒരു നുള്ളു വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ, ചായക്കിട്ടാൻ വേണ്ടിയിട്ട്. അതൊന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പോൾ നമ്മൾ അവലിതാ നമ്മൾ മിക്സിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ മെൽറ്റായിട്ട് നല്ല ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ പതഞ്ഞ് വരുന്നുണ്ട്. ഒരു ചെറിയൊരു പീസും കൂടി ആവാണ്ട് അതങ്ങനെ കടന്നായിക്കോളും. നമ്മൾ ശർക്കരയൊക്കെ മെൽറ്റായി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങ ക്രഷ് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ആ ശർക്കരയിൽ കിടന്നിട്ട് ഒന്നിങ്ങനെ ഇതാവട്ടെ കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു അവല് കൊണ്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ, സ്നാക്സാണ് കേട്ടത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നല്ല രസമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കറുകുറുന്നനെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കണം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് വേണ്ട. 2-3 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തേനും വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ തേങ്ങ ഇതിലൊന്ന് കടന്നിട്ട് ശർക്കരയൊക്കെ അതിലൊന്ന് തേങ്ങയിലൊന്ന് പിടിക്കണം കേട്ടോ. അത് വരെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ആയിട്ടൊക്കെ ഉണ്ട്. ഈ നമുക്കിപ്പോൾ നമ്മളെ അവല് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടത്. ഇതിട്ട് കൊടുക്കാം. ഇതും പാടെ നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ഇതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി എന്താ പറയുക, ഒന്ന് ചൂടാറട്ടെ കേട്ടോ. നമുക്കിത് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് നമ്മുടെ അവല് ഉണ്ടകളാക്കി എടുക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി അവലുണ്ടയാണ് ഇത് നല്ല ക്രിസ്പിയുമാണ് കേട്ടോ. നമ്മളിങ്ങനെ കടിക്കുമ്പോൾ കറന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവില്ലേ, അങ്ങനത്തെവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഇത് ഷുഗറായിട്ടും 100% ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യുക. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഇതുപോലുള്ള ഈസി റെസിപ്പികളായിട്ട് ഇനിയും വരാം. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പികൾ നമ്മുടെ ചാനലിൽ വേറെയും കിടപ്പുണ്ട് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും. ടാറ്റ, ബൈ ബൈ.